ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടയും പാലും എസൻസും ഒന്നും ചേർക്കാതെ നല്ല കിടിലം മാംഗോ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി നന്നായി പഴുത്ത ഒരു മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നാരുള്ള മാമ്പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് അടിച്ചതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിച്ചേക്കണേ. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് മിക്സ് ബാറ്ററിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മാംഗോ പൾപ്പും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് പഞ്ചസാര പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായി മാവ് ചേർത്ത് ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഞാനിതൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം എടുത്താലും മതിയാകും. ഇനി ഇത് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് 40 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ കുക്കറിനകത്തേക്ക് ഞാനൊരു റിങ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിവശം കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ കേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എസൻസും കളറും ഒന്നും ചേർക്കാതെ തന്നെ മാംഗോയുടെ കളറും ഫ്ലേവറും ഒക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ കേക്ക് റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വെജിറ്റേറിയൻകാർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.